വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നു എന്നാരോപിച്ചായിരുന്നു കൊടുവള്ളി മുൻ MLA കാരാട്ട് റസാഖ് ഇടതുമായി അല്പം അകൽച്ച കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ അകൽച്ചയ്ക്ക് പ്രശ്നത്തിന് എല്ലാം പരിഹാരമായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്? എങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു? ഒന്നാം പിണറായി സർക്കാരിൽ കൊടുവള്ളി നിയോജക മണ്ഡലത്തിന് മുഖ്യമന്ത്രി പ്രത്യേകം താൽപ്പര്യമെടുത്താണ് 1232.4 കോടിയുടെ പദ്ധതികൾ നൽകിയിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗം പദ്ധതികൾ നടപ്പിലായിട്ടുണ്ട്. കുറേ പദ്ധതികൾ അവശേഷിക്കുന്നുണ്ട്. അതിൽ ചില പദ്ധതികളാണ് മുസ്ലിം ലീഗിൻ്റെയും കൊടുവള്ളി MLAയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിന് ചില തൽപര കക്ഷികൾ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഞാൻ ആരോപിച്ച കാര്യങ്ങൾ. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായി 1232 കോടിയുടെ പദ്ധതിയിൽ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ സഹയാത്രികനായി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരായിരുന്നു ഇത്തരത്തിൽ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത്? മുതിർന്ന നേതാക്കന്മാർ, ആളെ പേര് പറയുന്നില്ല, മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇടപെടൽ എന്തായിരുന്നു? ഭരണതലത്തിലും അല്ലാതെയും ഒക്കെ പല ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങൾ അവസാനിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അന്ന് പറഞ്ഞൊരു കാര്യം, ഈ ഇത്തരത്തിൽ അട്ടിമറിക്കുന്നതിൽ മന്ത്രി PA മുഹമ്മദ് റിയാസും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. ആ ഒരു ആരോപണം ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ സമയത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, അന്ന് ആരോപിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് സംബന്ധിച്ചുള്ള ചർച്ചകളില്ല. ഇപ്പം പ്രശ്നപരിഹാരത്തിന് വേണ്ടത് ചെയ്യാമെന്നുള്ള ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ റിയാസും ഉൾപ്പെടും. റിയാസ് തടസ്സം നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടുകൂടി ആ വിഷയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഇടത് സഹയാത്രികനായി തന്നെ മുന്നോട്ടുണ്ടാവും? തീർച്ചയായും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി സർക്കാർ ലഭിച്ചിട്ടുള്ള പദ്ധതികൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു താല്പര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നഷ്ടപ്പെടാതിരിക്കുമ്പോൾ ഇടത് സഹയാത്രികനായി തുടരുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. ഇടത് സഹയാത്രികനായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് കൊടുവള്ളി മണ്ഡലത്തിൽ ഇത്രയും വലിയ വികസനങ്ങൾ മുഖ്യമന്ത്രി വളരെ താല്പര്യമെടുത്ത് നൽകിയിട്ടുള്ളത്. അതൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ പിന്നെ ആ പാർട്ടിയുമായി സഹകരിച്ച് പോകുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. തീർച്ചയായും ഇതാണ് കാരാട്ട് റസാഖ് പറയുന്നത്. നിലപാട് വ്യക്തമാക്കുകയാണ്. ഇടത് സഹയാത്രികനായി തുടരും എന്നു തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രജുൽ സുരേഷിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.